Hello students, welcome back to Plus 1 Economics Online Classroom. Previous classൽ എന്തൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്? Yes, very good. We were discussed about some notable economists who estimated national income and per capita income of India during British colonial period. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും കണക്കാക്കിയ ചില ശ്രദ്ധേയരായ സാമ്പത്തിക വിദഗ്ധർ ആരൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ? ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ദാദാബായ് നവറോജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ഹി ഈസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ഇക്കണോമിക്സ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാബായ് നവറോജി. ആൻഡ് ഫസ്റ്റ് അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ വാസ് മെയ്ഡ് ബൈ ദാദാബായ് നവറോജി ഇൻ 1876. 1876 ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും കണക്കാക്കിയ വ്യക്തിയാണ് ദാദാബായ് നവറോജി. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഓക്കെ, സെക്കൻഡ് പേഴ്സൺ ആരായിരുന്നു? വില്യം ഡിഗ്ബെ. ആരാണ്? വില്യം ഡിഗ്ബെ. തേർഡ് വൺ, ഫൈൻലെ ഷിറാസ്. ഫോർത്ത് വൺ, ഡോക്ടർ VKRV റാവു. ഇദ്ദേഹവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, ഹി വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ടു അഡോപ്റ്റ് scientific procedure in estimating national income and per capita income of India. ശാസ്ത്രീയമായ രീതിയിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനവും ആളോഹരി വരുമാനവും ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ് ഡോക്ടർ VKRV റാവു ഇൻ 1931. 1931. Therefore, Dr. VKRV റാവുസ് estimate considered to be significant. ഈ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രസക്തമായത്, സിഗ്നിഫിക്കന്റ് ആയത് ഡോക്ടർ VKRV റാവുവിന്റെ പഠനമായിരുന്നു. This entire studies shows that India's growth rate between 1900 to 1950 period is less than 2%. ഈ പഠനങ്ങളെല്ലാം കാണിക്കുന്നത് 1900 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 2% താഴെയായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, ആ പോയിന്റ് ഓർത്ത് വെക്കണം. ഓക്കെ ആണല്ലോ? ഇത്രയും പോയിന്റ് പഠിച്ചു. നെക്സ്റ്റ് വി വർ ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ആർ ദി മെയിൻ കോസസ് ഓഫ് ഇന്ത്യാസ് അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ ഓർ അഗ്രികൾച്ചറൽ ബാക്ക്വേർഡ്നെസ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡ്. പിന്നീട് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയ്ക്കുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയുടെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിഫറെന്റ് ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഓർ ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിഫറെന്റ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം. ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? വിവിധ തരം ഭൂനികുതി സമ്പ്രദായങ്ങളുടെ വരവ് അല്ലെങ്കിൽ വിവിധ തരം ഭൂ റവന്യൂ സമ്പ്രദായങ്ങളുടെ വരവ്. അതിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ഏതായിരുന്നു? ജമീന്ദാരി സിസ്റ്റം, ജമീന്ദാരി സമ്പ്രദായം. ദിസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കോൺവാലിസ് ഇൻ 1793 ഇൻ ബംഗാൾ. 1793 അക്കാലത്തെ വൈസ്രോയി ആയിരുന്ന കോൺവാലിസ് പ്രഭു ബംഗാളിലാണ് ആദ്യമായിട്ട് ഈ സമ്പ്രദായം ആവിഷ്കരിച്ചത്. പോയിന്റ് ഓക്കെ ആണല്ലോ? വൺ വേർഡ് ആയിട്ട് ചോദിക്കും. എന്നാണ് ജമീന്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്നായിരുന്നു? 1793 ഓർത്തു വെക്കുക. സെക്കൻഡ് റീസൺ ഓർ കോസ് എന്തായിരുന്നു? ഫോഴ്സ്ഫുൾ കൊമേഴ്ഷ്യലൈസേഷൻ, നിർബന്ധിത വാണിജ്യവൽക്കരണം. അതായിരുന്നു രണ്ടാമത്തെ ഒരു റീസൺ. എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ സെക്ടർ ബാക്ക്വേർഡ് ആവാൻ അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിലേക്ക് ആവാനുള്ള രണ്ടാമത്തെ കാരണം. ഓക്കെ, ആൻഡ് തേർഡ് റീസൺ ഓർ തേർഡ് കോസ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങളുടെ അഭാവം. ഇതായിരുന്നു മൂന്നാമത്തെ ഒരു കോസ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷ് കൊളോണിയൽ പീരിയഡിൽ ഇന്ത്യയിലെ കാർഷിക മേഖല അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ ബാക്ക്വേർഡ് ആവാൻ അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥയിലേക്ക് നിൽക്കാനുള്ള കാരണമായത്.
ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ പഠിച്ചു. പിന്നീട് നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? മോഡേൺ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യലബ്ധി കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വ്യവസായങ്ങൾ, ആധുനിക വ്യവസായങ്ങൾ ഏതൊക്കെയായിരുന്നു? എന്തൊക്കെ പഠിച്ചു അതില്? സെക്കൻഡ് ഹാഫ് ഓഫ് ദി 19th സെഞ്ചുറി, 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പാദത്തില് വ്യവസായങ്ങൾ പതിയെ പതിയെ വികസിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ കോട്ടൺ ആൻഡ് ജൂട്ട് ഇൻഡസ്ട്രീസ്, പരുത്തി വ്യവസായവും ചണ വ്യവസായവുമായിരുന്നു വികസിതമായത്. ഓക്കെ, പിന്നെ അതിൽ എന്ത് പഠിച്ചു? ഇരുമ്പുരുക്ക് വ്യവസായം, അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? 1907 1907 രൂപീകരിച്ചിട്ടുള്ള ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോ. എക്സാമിന് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഏത് വർഷമാണ്? 1907 ടിസ്കോ രൂപീകരിച്ചു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എവിടെയായിരുന്നു അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നത്? ജംഷഡ്പൂരിലായിരുന്നു. എന്ന് വെച്ചാൽ ഇന്നത്തെ ജാർഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ടിസ്കോ ഫോം ചെയ്ത വ്യക്തി ആരായിരുന്നു? ഫോം ചെയ്ത പേഴ്സൺ ആരായിരുന്നു? ദാറ്റ് ഈസ് ജംഷഡ്ജി ടാറ്റ. ആരാണ്? ജംഷഡ്ജി ടാറ്റ. അദ്ദേഹം ആരായിരുന്നു? ഹി വാസ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന്റെ പിതാവ് എന്നായിരുന്നു ജംഷഡ്ജി ടാറ്റയെ വിശേഷിപ്പിച്ചിരുന്നത്. അതുപോലെ ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ടിസ്കോയുടെ ഫോർമേഷനെ, രൂപീകരണത്തെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ദി മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇന്ത്യൻ വ്യവസായവൽക്കരണത്തിന്റെ നാഴികക്കല്ല് എന്നാണ് ടിസ്കോയുടെ രൂപീകരണത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. വാട്ട് വാസ് ദി two-fold motive behind the systematic de-industrialization affected by the British in pre-independent India? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലഘട്ടത്തിലെ ശാസ്ത്രീയമായ വ്യവസായരഹിത വൽക്കരണ നയങ്ങളുടെ 2 ലക്ഷ്യങ്ങൾ അഥവാ ദ്വിമുഖ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ആൻസർ ശ്രദ്ധിച്ചോളൂ. ദി ഫോളോയിങ് ആർ ദി two-fold motives behind the systematic de-industrialization affected by the British. ശാസ്ത്രീയമായ വ്യവസായരഹിത വൽക്കരണ നയങ്ങളുടെ 2 ലക്ഷ്യങ്ങൾ താഴെ കൊടുക്കുന്നു. ഫസ്റ്റ് വൺ, മേക്കിംഗ് ഇന്ത്യ എ സപ്ലയർ ഓഫ് റോ മെറ്റീരിയൽസ്. ദി മെയിൻ മോട്ടീവ് ഓഫ് ദി British government was to make India a mere supplier of cheap raw materials to feed its own flourishing industrial base. ഒന്നാമത്തെ ലക്ഷ്യം ശ്രദ്ധിച്ചോളൂ. ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കുള്ള ഒരു ഉറവിടമായി ഇന്ത്യയെ ഉപയോഗിക്കുക. സെക്കൻഡ് ഒബ്ജക്റ്റീവ്, making India a market for finished goods. Another important objective of the British government was to use India as a virgin market to sell the finished goods produced by the British industries. രണ്ടാമത്തെ ലക്ഷ്യം ശ്രദ്ധിച്ചോളൂ. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾക്കുള്ള ഒരു വിപണിയായി അല്ലെങ്കിൽ ഒരു മാർക്കറ്റായി ഇന്ത്യയെ രൂപാന്തരപ്പെടുത്തുക. ഇതായിരുന്നു സിസ്റ്റമാറ്റിക് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസീസിന്റെ 2 ഒബ്ജക്റ്റീവുകൾ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, two-fold ഒബ്ജക്റ്റീവ്സ് ഓഫ് സിസ്റ്റമാറ്റിക് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസീസ്. ശാസ്ത്രീയമായ വ്യവസായരഹിത വൽക്കരണ നയങ്ങളുടെ ദ്വിമുഖ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാലും, ആൻഡ് two-fold objectives of economic policies, സാമ്പത്തിക നയങ്ങളുടെ ദ്വിമുഖ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാലും രണ്ടിൻ്റെയും ഉത്തരം നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. ഓക്കെ, രണ്ടിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ്. ഈ 2 ഒബ്ജക്റ്റീവുകൾ, ഈ 2 ലക്ഷ്യങ്ങളാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്.
ഓക്കെ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. The traditional handicraft industries were ruined under the British rule. Do you agree with this view? Give reasons in support of your answer. പരമ്പരാഗത കരകൗശല വ്യവസായങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിൽ നശിപ്പിക്കപ്പെട്ടു. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരത്തെ പിന്തുണയ്ക്കുന്നതിന് കാരണങ്ങൾ എഴുതുക. ആൻസർ ശ്രദ്ധിച്ചോളൂ. യെസ്, വി ഡു എഗ്രി വിത്ത് ദി എബവ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ദി ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് were ruined under the British times. The following are the reasons in favor of the statement. പരമ്പരാഗത കരകൗശല വ്യവസായങ്ങൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്ന മേൽപ്പറഞ്ഞ പ്രസ്താവനയോട് ഞങ്ങൾ യോജിക്കുന്നു. പ്രസ്താവനയ്ക്ക് അനുകൂലമായ കാരണങ്ങൾ ഇനി പറയുന്നവയാണ്. ഫസ്റ്റ് വൺ, ഡിസ്ക്രിമിനേറ്ററി താരിഫ് പോളിസി, വിവേചനപരമായ താരിഫ് നയം. ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ കറസ്പോണ്ടഡ് വിത്ത് ഇറ്റ്സ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം വ്യവസായവൽക്കരണത്തോടെയാണ് പ്രതികരിച്ചത്. ദ ബ്രിട്ടീഷ് റൂൾ യൂസ്ഡ് ഇന്ത്യ ബോത്ത് ആസ് എ സോഴ്സ് ഓഫ് ചീപ്പ് റോ മെറ്റീരിയൽസ് ആസ് വെൽ ആസ് ഈസി ആക്സസിബിൾ മാർക്കറ്റ് ഫോർ ദെയർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. വില കുറഞ്ഞ അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായും അവരുടെ അന്തിമ ഉൽപ്പന്നങ്ങൾക്ക് എളുപ്പത്തിൽ വിറ്റുപോവാവുന്ന വിപണിയായും ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം ഉപയോഗിച്ചു. Thereby they imposed heavy tariff, that is export duties, on India's export of handicraft products while allowed free export of India's raw materials to Britain and free import of British products into India. അതിലൂടെ ഇന്ത്യയുടെ കരകൗശല ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വൻതോതിൽ നികുതി ചുമത്തി. ബ്രിട്ടനിലേക്ക് ഇന്ത്യൻ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യാനും സ്വതന്ത്രമായി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനും അനുവദിച്ചു. This made Indian exports costlier and its international demand fell drastically, leading to the collapse of handicraft industries. ഇത് ഇന്ത്യൻ കയറ്റുമതിയെ വിലയേറിയതാക്കുകയും അതിൻ്റെ അന്താരാഷ്ട്ര വിപണി കുറയുകയും ചെയ്തത് കരകൗശല വ്യവസായങ്ങളുടെ തകർച്ചയിലേക്ക് നയിച്ചു. സെക്കൻഡ് പോയിന്റ്, കോമ്പറ്റീഷൻ ഫ്രം മെഷീൻ മെയ്ഡ് ബ്രിട്ടൻ ഗുഡ്സ്. യന്ത്രസഹായത്തോടെ നിർമ്മിതമായ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുമായുള്ള മത്സരം. ദി ഡിമാൻഡ് ഫോർ ദി ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് എക്സ്പീരിയൻസ്ഡ് എ ഡൗൺവേർഡ് ട്രെൻഡ് ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്സ് ആസ് വെൽ. കരകൗശല ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് ആഭ്യന്തര വിപണിയിലും താഴോട്ട് പോവുകയും ചെയ്തു. ദിസ് വാസ് ഡ്യൂ ടു സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ദി മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഫ്രം ബ്രിട്ടൻ. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രസഹായത്താൽ നിർമ്മിതമായ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളുമായുള്ള കടുത്ത മത്സരമാണ് ഇതിന് കാരണമായത്. This was because of the reasons that the goods produced mechanically in Britain were comparatively cheaper and of superior quality than Indian handicraft goods. ബ്രിട്ടനിൽ യന്ത്രസഹായത്തോടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ താരതമ്യേന വില കുറഞ്ഞതും
ഇന്ത്യൻ കരകൗശല വസ്തുക്കളെക്കാൾ മികച്ച ഗുണനിലവാരവും ഉള്ളതായിരുന്നു. ദിസ് നാരോഡ് ദി മാർക്കറ്റ് ഫോർ ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ഇത് ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങളെ തകർച്ചയിലേക്ക് നയിക്കാൻ കാരണങ്ങളിൽ ഒന്നായി. തേർഡ് വൺ, എമർജൻസ് ഓഫ് ന്യൂ ക്ലാസ്. പുതിയ വിഭാഗങ്ങളുടെ വളർച്ച. ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോപ്പുലറൈസ്ഡ് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ പാശ്ചാത്യ ജീവിതശൈലി ജനപ്രിയമാക്കി. There was an emergence of a new section of population that is consisting mainly of zamindars in India who liked the British goods. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ വിഭാഗം ജനസംഖ്യ ഇന്ത്യയിൽ ഉയർന്നു വന്നു. അവർ പ്രധാനമായും ജമീന്ദാരികളായിരുന്നു അല്ലെങ്കിൽ ജമീന്ദാർമാരായിരുന്നു. ഓക്കെ. This section used to spend lavishly on the British products that provided impetus for the development of British industries at the cost of the domestic industries. ആഭ്യന്തര വ്യവസായങ്ങളുടെ ചെലവിൽ ബ്രിട്ടീഷ് വ്യവസായങ്ങളുടെ വികസനത്തിന് പ്രചോദനം നൽകിയ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്കായി ഈ വിഭാഗം വളരെയധികം ചെലവഴിച്ചു. ഹെൻസ് ഗ്രാജുവലി ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പെരിഷ്ഡ് അവേ. അതിനാൽ ക്രമേണ ഇന്ത്യൻ കരകൗശല വ്യവസായങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഫോർത്ത് വൺ, ഡിസപ്പിയറൻസ് ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്. നാട്ടുരാജ്യങ്ങളുടെ തിരോധാനം. പ്രിയർ ടു ദി advent of British, India was ruled by the princely states. ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് ഇന്ത്യ ഭരിച്ചിരുന്നത് നാട്ടുരാജ്യങ്ങളായിരുന്നു. ഏകദേശം 200ഓളം നാട്ടുരാജ്യങ്ങൾ ആ കാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. They used to patronize handicraft industries and consequently Indian handicraft gained reputation in the ഇന്റർനാഷണൽ മാർക്കറ്റ്സ്. കരകൗശല വ്യവസായങ്ങളെ അവർ സഹായിച്ചു. അതുകൊണ്ട് ഇന്ത്യൻ കരകൗശല തൊഴിലാളികൾ അന്താരാഷ്ട്ര വിപണികളിൽ വളരെ പ്രശസ്തി നേടി. ബട്ട് ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റൂൾ ദീസ് പ്രിൻസിലി സ്റ്റേറ്റ്സ് were ruined, thereby ruining the protection of these handicraft industries. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കരകൗശല വ്യവസായങ്ങളുടെ സംരക്ഷണം നശിപ്പിച്ചുകൊണ്ട് ഈ നാട്ടുരാജ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു. Thus, gradually Indian handicraft lost its reputation and its importance deteriorated. അങ്ങനെ ക്രമേണ ഇന്ത്യൻ കരകൗശല വസ്തുക്കളുടെ പ്രശസ്തി നഷ്ടപ്പെടുകയും അതിൻ്റെ പ്രാധാന്യം ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ 4 കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ കരകൗശല മേഖല തകർന്നു പോയത്, അല്ലെങ്കിൽ വാട്ട് ആർ ദി റീസൺസ് ബിഹൈൻഡ് ദി ഡിമോളിഷൻ ഓഫ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് പഠിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ്, question number 7. What objectives did the British intended to achieve through their policies of infrastructure development in India? ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസന നയങ്ങളിലൂടെ ബ്രിട്ടീഷുകാർ എന്ത് ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? ആൻസർ ശ്രദ്ധിച്ചോളൂ. One cannot deny the fact that under the British rule there was significant change in the infrastructural development in the country. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ
കാര്യമായ മാറ്റങ്ങളുണ്ടായി. But the bona fide motive of the British behind the infrastructure development was only to serve their own colonial interest. ഗതാഗത ആശയവിനിമയ മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായി എങ്കിൽ പോലും അവരുടെ കൊളോണിയൽ താൽപ്പര്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ മാത്രമായിരുന്നു ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച നടപ്പിലാക്കിയത്. There was infrastructural development in the field of transport and communication. ഗതാഗത ആശയവിനിമയ മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായി. The roads served the purpose of facilitating transportation of raw materials from different parts of the country to ports, and ports were developed for easy and fast exports to and imports from Britain. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തുറമുഖങ്ങളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് ഈ റോഡുകൾ സഹായിക്കുന്നു. കൂടാതെ ബ്രിട്ടനിൽ നിന്നുള്ള ഇറക്കുമതിക്കും എളുപ്പത്തിലും വേഗത്തിലും കയറ്റുമതി ചെയ്യുന്നതിനും തുറമുഖങ്ങൾ വികസിപ്പിച്ചെടുത്തു. Similarly, railways were introduced and developed for the transportation of finished goods of British industries to the interiors of India. അതുപോലെ തന്നെ ബ്രിട്ടീഷ് വ്യവസായങ്ങളുടെ അന്തിമ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്നതിനായി റെയിൽവേ അവതരിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു. അവിടെ ഒരു വൺ വേർഡ് ചോദ്യം പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 1850, 1850 ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ റെയിൽവേ സംവിധാനം അല്ലെങ്കിൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ ആണല്ലോ. റെയിൽവേസ് അസിസ്റ്റഡ് ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ടു വൈഡൻ ദി മാർക്കറ്റ് ഫോർ ദെയർ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. തങ്ങളുടെ അന്തിമ ഉൽപ്പന്നങ്ങളുടെ വിപണി വിപുലീകരിക്കാൻ റെയിൽവേ ബ്രിട്ടീഷ് വ്യവസായങ്ങളെ സഹായിച്ചു. പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സ് were developed to enhance the efficiency and effectiveness of the British administration. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നതിനായി പോസ്റ്റൽ സംവിധാനവും ടെലഗ്രാഫ് സംവിധാനവും വികസിപ്പിച്ചെടുത്തു. Hence, the aim of infrastructural development was not the growth and development of the Indian economy, but to serve their own interest. ചുരുക്കത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ലക്ഷ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയും വികസനവും ആയിരുന്നില്ല, മറിച്ച് ബ്രിട്ടീഷുകാർക്ക് അവരുടെ സ്വന്തം താൽപ്പര്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.